ഹലോ ഫാമിലി, ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് നല്ല വൃത്തിയായിട്ട് അങ്ങ് വാഷ് ചെയ്യണം ആദ്യം. കുട്ടികളെ, തള്ളമാരെ, ഫാമിലി, ഇപ്പൊ ഇതിൽ തന്നെ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോ പറയണ്ടായിരുന്നു, ചേച്ചി എന്താ ചേച്ചി തള്ളേന്ന് വിളിക്കണേ. എടാ, നമ്മളെ മറ്റുള്ളവര് കമന്റ് ചെയ്യുമല്ലോ, തള്ളേ നിങ്ങൾക്ക് വേറെ പണിയില്ലേന്ന്. നമ്മൾ എന്നെ പറഞ്ഞ വിഷയമൊന്നുമില്ലല്ലോ. അപ്പൊ പറഞ്ഞു വന്നത് 30 വയസ്സിന് മുകളില്, 40 വയസ്സിന് മുകളില്, 50 വയസ്സിന് മുകളില് ഒരു കോൺഫിഡൻസ് കുറവുണ്ട്, എന്നാൽ മേക്കപ്പ് ഇഷ്ടമാണ്, കുറച്ചങ്ങ് ലൈറ്റ് ചെയ്ത് ചെയ്യുകയും വേണം, എന്ന നല്ല സ്റ്റാൻഡേർഡുള്ള ഫ്ലോയി ആയിട്ടുള്ള മേക്കപ്പ്, ഏത് ഡ്രസ്സിലും ചേരുന്ന മേക്കപ്പ് അങ്ങനെയും ഉണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ സ്കിൻ കെയർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അതായത് കുരുവിനോ അതിനോ ഇതിനൊക്കെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഇടേണ്ടത് പുതിയൊരു സൺ പ്രൊട്ടക്ഷൻ ക്രീം വരുന്നുണ്ട് കേട്ടോ. ഡെർഡോക്കിന്റെ ആണ്. അടിപൊളിയാണ്. അടിപൊളി എന്ന് വെച്ചാൽ നല്ല ഗ്ലോ കിട്ടും. എന്നാൽ ഇതില് നമുക്ക് സ്കിൻ കെയറിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, നയാസിൻമേഡ് ഒക്കെ ഉണ്ട്. നല്ല കവറിങ് ആണ്, സൂര്യപ്രകാശത്തിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. ഇതിന്റെ പർപ്പിൾ കളർ കണ്ട് നേട്ടണ്ട, ഞാനൊരു ഷോർട്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇതങ്ങ് ഇടുക, ഇതിട്ട് അങ്ങോട്ട് അർമാദിക്കുക. നോട്ട് ദ പോയിന്റ്. പ്രായം നോ ഇഷ്യൂ. എൻ്റെ ഒരു അഭിപ്രായത്തില് ഒരു 25-ന് ഉള്ളവരൊക്കെ ഈ നയാസിൻമേഡും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയാൽ മതിയടാ. ബാക്കിയൊക്കെ നമ്മളുടെ സ്കിന്ന് നമ്മളോട് എങ്ങനെയാണ് പെരുമാറുന്നത് കാണാനുള്ള സമയം നമ്മൾ കൊടുക്കുക. കൈ തന്നെയാണ് എല്ലാത്തിലോട്ടെ. കണ്ട, ഇപ്പൊ തന്നെ കണ്ട, നല്ല തിളക്കം ഇല്ലേ? ഈ ഒരു തിളക്കമാണ് നമുക്ക് 50 വയസ്സിലേക്കൊക്കെ എത്തുമ്പോൾ നഷ്ടപ്പെട്ടു പോണേടാ, ജീവിതത്തിന്റെ തിളക്കം. ഓക്കെ, അപ്പൊ ഇതങ്ങ് വാരി വലിച്ച് തേക്ക. എവിടേക്ക് ഉണ്ട് അവിടേക്ക്. ഞാൻ ഓൾറെഡി ഡ്രസ്സ് മാറിപ്പോയി, അതാണ് പറ്റിയ അബദ്ധം. ഓക്കെ, അപ്പോൾ ഇത് വേണമെങ്കിൽ ചുണ്ടത്ത് വിട്ടോട്ടെ, ഞാൻ ചുണ്ടത്തൊക്കെ ഇടും. ഞാനിത് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, തെറ്റുപറ്റ. ആകെ 3-4 പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അടുത്തത് ഈ സാധനം നമ്മൾ ഇട്ടല്ലോ, അപ്പൊ നമുക്ക് ഒരുമാതിരി തിളക്കം തോന്നും, അതായത് ഒരു ഇഷ്ടമില്ലാത്ത തിളക്കം. അപ്പൊ നമ്മളിന്ന് ഒരു സെറ്റിംഗ് പൗഡർ എന്ന് വേണമെങ്കിൽ പറയാം, കോമ്പാക്ട് എന്നൊക്കെ പറയാം, ഇപ്പൊ പല പേരിൽ പൗഡർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതങ്ങ് എടുക്കുക, ഇതെടുത്തിട്ട് ഇവിടേക്ക് അങ്ങ് തേക്കുക. കണ്ടോ ഇവിടേക്ക്. അപ്പൊ ഈ തിളക്കം അയ്യോ സാറാ, ഈ തിളക്കമൊക്കെ അങ്ങ് പോയല്ലോ. ഇതൊക്കെ തിരിച്ചു വരോടാ. ഇതെല്ലാം മെൽറ്റ് ആവുന്നൊരു സമയമുണ്ട്. കണ്ണിന്റെ മുകളിലോട്ടേക്ക് ഇട്ടോട്ടാ. ഒരു മെൽറ്റ് ആവുന്നൊരു സമയമുണ്ട്. ഇത് എല്ലാ മേക്കപ്പ് കൂടി മേത്ത് തേക്കുന്ന സാധനങ്ങളൊക്കെ അങ്ങ് സെറ്റ് ആവും. അതായത് നമ്മൾ മുടിയൊക്കെ കെട്ടി പുറത്തേക്ക് പോകാനാകുമ്പോഴേക്കും ഈ സാധനം സെറ്റ് ആവും. ഈ റോസമ്മയുടെ ഒരു കാര്യം കണ്ടോ, ഇത് എന്തിട്ടാലും കഴുത്തിലോട്ട് പോകണം, അല്ലെങ്കിൽ കഴുത്ത് മറ്റേ കാക്ക കുളിച്ച് കൊക്കാത്ത അവസ്ഥയിലിരിക്കും കേട്ടോ, ചെവിയിലും. കേട്ടല്ലോ, ഇതൊക്കെ അങ്ങ് ഇടുക. അപ്പോഴും ഇരിക്കും, ഇതൊരു മേക്കപ്പ് ലുക്ക് ആയില്ലല്ലോ. കണ്ടോ, ഇപ്പൊ കവർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ലാസ്റ്റ് എന്ത് ചെയ്യണം, ഈ ഒരു സ്റ്റോപ്പ് ക്രീം മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ്. നമുക്ക് ഇവിടെ മാത്രം ഇത്തിരി ഇട്ട് കൊടുക്കാടാ. ഇത് ഒരുപാട് റീൽസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കണം, ഇങ്ങനെ ഓരോരോ പ്രൊഡക്റ്റുകൾ വരുമ്പോൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. ഉപയോഗിച്ച സാധനങ്ങൾ തന്നെ മാറ്റിയും തിരിച്ചും ഒക്കെ തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. സ്റ്റോപ്പ് ക്രീം വേറെ ഉള്ളവര് അത് ഉപയോഗിച്ചാൽ മതി, അല്ലാതെ ഇത് തന്നെ പോയി അയ്യോ സാറാമ്മ പറഞ്ഞു ഇത് തന്നെ പോയി മേടിക്കണ്ട. കയ്യിലുള്ള സ്റ്റോപ്പ് ക്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലോ തരുന്ന ഒരു ക്രീമാണ്. കണ്ടോ, ഇവിടെ ഒരു ഗ്ലോ. ഇതിൽ ഇത്രയും മതി. ഒരു 50 വയസ്സ്, ഒട്ടും കോൺഫിഡൻസ് ഇല്ല എന്ന മേക്കപ്പിനോട് ഇഷ്ടമുള്ള ഒരാൾക്ക് ഉപയോഗിക്കാൻ ഇത് മതി. അല്ല, ചെറുതായിട്ട് ചെറിയൊരു ചുമപ്പ് എൻ്റെ മോളൊക്കെ ചെയ്യുന്നുണ്ട്, അതുപോലെ വേണമെങ്കിൽ ഇച്ചിരി കള്ളത്തരത്തിന് ഇത്തിരി ഒന്ന് വേണമെങ്കിൽ ചുമപ്പിച്ചോ. കണ്ടോ, ഈ പറയുന്ന മേക്കപ്പ് ഇല്ലേ, ഏതിനും പറ്റുന്നതാണ്. സാരിക്കും ഈ പറഞ്ഞതേ എന്നെ പോലെ ഒരു ലോങ് ടീഷർട്ട് ഡ്രസ്സിനും പറ്റും. 50 വയസ്സായ ആൾക്കാരോട് ഞാൻ പറയണത്, എനിക്ക് പേഴ്സണൽ എൻ്റെ അമ്മയ്ക്ക് ഒരു 55-60 വയസ്സുണ്ടെങ്കിൽ ഓർ പൊട്ടിയടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഒരു ഇഷ്ടവുമാണ്. അതുകൂടാതെ ചേട്ടനോട് ചോദിക്കട്ടെ, മക്കളോട് ചോദിക്കട്ടെ എന്നുള്ളവരൊക്കെ അവരോടൊക്കെ അഭിപ്രായം ചോദിക്കുക. എനിക്ക് പേഴ്സണലി എൻ്റെ അമ്മ 55 വയസ്സൊക്കെ ഉണ്ടെങ്കിൽ ഓവർ മേക്കപ്പ് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും കേട്ടോ. അപ്പൊ ഇത് എൻ്റെ അമ്മയ്ക്കും കൂടി ഉള്ളതാണ്. അപ്പോൾ പിന്നെന്ത് ചെയ്യുക, നമ്മൾ ഐബ്രോസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന്, ഒരുമാതിരി പിള്ളേര് ചെയ്തവരെ ചെയ്യരുത്. അപ്പൊ നമ്മൾ ഈ സ്റ്റാർട്ടിങ് ചെയ്യരുത്. 50 വയസ്സ് 60 വയസ്സുള്ള അമ്മച്ചിമാരൊന്നും ഈ സ്റ്റാർട്ടിങ് ചെയ്യേണ്ട. അപ്പൊ നമ്മൾ ഈ പറഞ്ഞവരെ, നമ്മൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മളെ കളിയാക്കാൻ ചില ചെറ്റകൾ വരും. അപ്പൊ എന്ത് ചെയ്യണം, നമ്മളെന്ന് പറയണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്നിട്ടാണ്. 42 വയസ്സുണ്ടെങ്കിൽ എനിക്ക് 60 വയസ്സാവാൻ അധികം നാളില്ലല്ലോ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഈരി വെക്കുക. ഓക്കെ, ഈരി വെക്കുക മതി. ഈ സ്റ്റാർട്ടിങ് കൊണ്ടുപോയി കുറെ ഇടരുത്.
സ്റ്റാർട്ടിങ് ഇട്ട് കഴിയുമ്പോഴാണ് നമ്മൾ ഒരുമാതിരി കോമാളിലിക്കാവുന്നത്. അപ്പൊ ഇത്രയും കഴിഞ്ഞെങ്കിൽ നമുക്കും വേണമല്ലോ ലിപ്സ്റ്റിക്ക് അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ലിപ് ലൈനർ. ഓക്കെ, നല്ല ഷേപ്പുള്ള ചുണ്ടുകളൊക്കെയാണ്. ഈ 20 വയസ്സുള്ള പിള്ളേരൊക്കെ നമ്മളെ കളിയാക്കുമ്പോൾ നമ്മളെയൊക്കെ അന്നത്തെ കാലോയി. അതൊക്കെ ഓർമ്മപ്പെടുത്താൻ ചെറിയതായിട്ട് ലിപ് ലൈനർ ആവശ്യമുള്ളവർ കേട്ടോ. അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കുക. അത് അവരവരുടെ ഇഷ്ടമാണ്. എനിക്ക് ലിപ് ലൈനർ ഇട്ട ആൾക്കാരെന്ത് വിചാരിക്കും, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ കരുതുന്നവരുണ്ട്. സെൽഫ് കോൺഫിഡൻസ് ആണ് മുഖ്യം, സെൽഫ് ലവ് ആണ് മുഖ്യം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതും പറഞ്ഞ് കാരണന്മാരനുസരിക്കുന്നവരും ഭർത്താവിനനുസരിക്കുന്നവരും അവരുടെ ഇഷ്ടത്തിന് വില കൊടുക്കുന്നവരും മോശമാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. ഇതെല്ലാം അവരവരുടെ ഇഷ്ടമാണ്. അപ്പൊ ഇതില് ഒന്ന്, ഇത് പെട്ടെന്ന് പോകും, പക്ഷെ ഭയങ്കര സ്റ്റാൻഡേർഡാണ്. കുച്ചിപ്പൊടി വളരെ അഫോർഡബിൾ ആണ്, ഭയങ്കര അഫോർഡബിൾ ആണ്. ഭയങ്കര ഇതേ കാണുന്നുണ്ടോ ലിപ്സ്റ്റിക്ക്? ഇല്ലല്ലോ, ഭയങ്കര ലൈറ്റ് അല്ലേ? അല്ലേ? കോൺഫിഡൻസ് ആയിട്ട് പോയിക്കൂടെ? ചെറിയൊരു ലൈറ്റ് ഷെയ്ഡിൽ ഇട്ടിട്ടുള്ളൂ. അല്ല, നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതിന്റെ മുകളിൽ കൂടി തന്നെ ഇതിട്ടാലും വലിയ പ്രശ്നമില്ല. അതെ, ചെറിയൊരു ഒരു 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 ചെറിയൊരു ഗ്ലോ, എന്നാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ്, എന്നാൽ ഭയങ്കര ലൈറ്റ് കളറും എല്ലാ ടോൺകാർക്കും ചേരും. ദേ, എന്താ ഇതിന്റെ മുകളിലിടാൻ കാരണം വെച്ചാൽ ഇത് സെയിം കളർ തന്നെയാണ്. ഉണ്ടോ? ഇത് ചെറിയൊരു നമുക്ക് ഡ്രൈ ആയിട്ടുള്ളൊരു ചുണ്ടാണ്, പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ ഈ ഒരു ലിപ്സ്റ്റിക് ഉപയോഗിച്ചു കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കഴിഞ്ഞടാ. പിന്നെ നമുക്ക് വേണമെങ്കിൽ പൊട്ട് തൊടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടൊക്കെ തൊട്ട് നല്ല സുന്ദരിയായിട്ട് പോകാം. ഓക്കെ, ഒരു പൊട്ട് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെയാണ്. പിന്നെ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ കണ്ണെഴുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ കണ്ണെഴുതുക. കണ്ണെഴുതുന്ന ആൾക്കാരുണ്ടാവും. അല്ല, കണ്ണെഴുതുന്നില്ല എന്നാൽ കണ്ണിന് ഭംഗിയും വേണം എന്നുള്ളത്. ഇപ്പൊ മേളിലൊന്നും ഷെയ്ഡ് ചെയ്യുന്നില്ല എന്നാൽ ഷെയ്ഡ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇത്തിരി ലിപ്സ്റ്റിക് കണ്ടിട്ടിട്ട് നമ്മൾ അതിനുവേണ്ടി പൈസ ഒന്നും മുടക്കണ്ട. ഇച്ചിരി ലിപ്സ്റ്റിക്, ഒരുപാടൊന്നും ഇടണ്ട. അപ്പൊ നമ്മൾ ഭയങ്കര ഒരു ഓവർ മേക്കപ്പ് കാറ്റഗറിയിലോട്ട് പോകും. അപ്പൊ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് കൊടുക്കുക കേട്ടോ. അപ്പൊ കണ്ണിന് ഷെയ്ഡ് തന്നെയല്ല, കണ്ണൊന്ന് പ്രൊജക്ട് ചെയ്തിരിക്കാൻ നല്ലതാണ്. ഓക്കെ, അപ്പൊ കണ്ണിന് ഷെയ്ഡ് കൊടുത്തു. കണ്ണെഴുതാതെ നിറച്ച് കണ്ണെഴുതുന്ന, ചെറുപ്പം മുതലേ ഒരുപാട് കണ്ണെഴുതി ശീലമുള്ളവർക്ക് അങ്ങനെ എഴുതാം. അല്ല എന്നൊരു മേക്കപ്പ് വേണമെന്നൊരു ഒരു മസ്കാര മേടിച്ചു വെച്ചേക്ക്. ഇത് സ്റ്റുഡിയോന്റെയാണ്. ഞാൻ കുറഞ്ഞ മസ്കാരകളുണ്ട്, വലിയ കുഴപ്പമില്ലാത്തതൊക്കെ. അത് ജസ്റ്റ് ഈ കൺപീലിൽ നമുക്ക് എഴുതാൻ അറിയില്ല, കണ്ണി കുത്തരുത്, ഈ സൈഡിലേക്ക് തിരിയുക, എന്നിട്ട് കൺപീലി നോക്കുക, ഇങ്ങനെ മേളിലേക്ക്. കുട്ടികളെ മേക്കപ്പ് പഠിപ്പിക്കണവരുണ്ടല്ലേ. ഞാനും വയസ്സായി തുടങ്ങിയില്ലേടാ. ഞാനൊരു 60-70 വയസ്സ് വരെയൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ തന്നെ നടക്കുള്ളൂ കേട്ടാ. എനിക്ക് ആരും എന്ത് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ എന്തെങ്കിലും പറഞ്ഞാൽ ഡൗൺ ആയി പോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ മേക്കപ്പ് കേട്ടാ. മേക്കപ്പ് എന്നേ പറയാൻ പറ്റില്ല. മേക്കപ്പ് എന്ന് പറയാൻ ഒന്നുമില്ല മുഖത്ത്. കണ്ടോ, ചെറിയൊരു മാറ്റമല്ലേ? അയ്യോ, കണ്ണിലെന്തോ ആയി, കണ്ണിൽ കട്ട പിടിച്ചായി. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അതെ, കണ്ണിലെന്തോ കട്ട പിടിച്ചായിട്ടാ, സോറിടാ. അപ്പൊ ഈ താഴത്തെ പീലിലും ചെറുതായിട്ടൊന്ന് കൊടുക്കുക. ചെറുതായിട്ട്, ഒരുപാട് വേണ്ട. അപ്പൊ നമുക്ക് കണ്ണെഴുതിയ പോലെ തന്നെ തോന്നും. കണ്ട കണ്ണെഴുതിയ പോലത്തെ ഒരു ഇത് തോന്നും. ഇത്രയും മതി, മനസ്സിലായ? അല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി കുഴപ്പമില്ല സാറാമേ, ഞാൻ കുറച്ചുകൂടിയൊക്കെ മേക്കപ്പ് ഓക്കെ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതങ്ങോട്ട് ഇത് ചെയ്യാം. അതായത് അത്യാവശ്യം നമുക്ക് ഗെറ്റപ്പിൽ പോകാൻ പറ്റുന്നൊരു പാർട്ടിയാണ്. അപ്പോൾ ഈ ലിപ്സ്റ്റിക് ഒക്കെ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ലിപ് ലൈനർ ഇട്ട് ലിപ്പി എൻ്റെ എവർഗ്രീൻ ഫേവറേറ്റ് ആണ്. ലിപ്പിനെ കുറിച്ച് പറയാത്തൊരു വീഡിയോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ സ്കിൻ ടോണർക്കും ഇന്നിട്ടാ നാളെ പോകത്തുള്ളൂ ഈ സാധനം. കണ്ട, ഇട്ടെടുക്ക. ഈ കളർ അടിപൊളിയാണ്. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ക്യാമറയിൽ കുറച്ചൊരു വാഷ് ഔട്ട് ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ധൈര്യമായിട്ട് നിങ്ങൾ മേടിച്ചോ. ഒന്നാമത് ഞാൻ വെക്കുന്നത് ക്യാമറ ഈ സൈഡാണ്, പക്ഷെ ആ സൈഡിൽ ആ സ്റ്റാൻഡ് എന്തോ പറ്റിയിടാം. എന്നിട്ട് ഇതിട്ട് കഴിഞ്ഞിട്ട് ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഒന്നും കൂടി ഈ ഔട്ടർ ഒരക്കണം കേട്ടാ. കണ്ടോ,
വരച്ച് കഴിഞ്ഞ് സെറ്റാണ്. അതായത് കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവ് ആയിട്ട് പോകണം, അല്ലെങ്കിൽ ഒരു റെഡിഷ് ഒരു ബ്രിക്ക് ഷെയ്ഡാണ് എനിക്കിഷ്ടം എന്നൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഇത് ലൈറ്റ് ആയിട്ട് ഇടാം, ഡാർക്ക് ആയിട്ട് ഇടാം. പിന്നെ വേണ്ടതെന്താ, മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു ചീപ്പാണ്. ഇതിൽ കുറച്ച് മുടിയൊക്കെ ഇട്ടിട്ടോ ഈ ചീപ്പ്. ഇതിന്റെ ലിങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടേക്കാം കേട്ടോ. ഈ ഇതുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ പാർലറിൽ പോവാതെ തന്നെ മുടിയൊക്കെ സെറ്റ് ആവും. പക്ഷെ ചുമ്മാ ഈ ചീപ്പ് മേടിച്ച് വെച്ചിട്ട് കാര്യമില്ല, അത് ഈരണ്ട പോലെ ഈരണം, ശരിക്കും വലിച്ചീരുക. അതുപോലെ മുടി പറിച്ചെടുക്കരുത്. അത് നമ്മൾ തന്നെ ഈ ചീപ്പ് മേടിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നേ. മുടി അഴിച്ചോ അഴിക്കാതെയോ അത് അവരവരുടെ കംഫർട്ടിന് ഇടുക. ഓക്കെ, അത്യാവശ്യം എല്ലാ ഡ്രസ്സിനും ഇടാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ആണ്, കേട്ടല്ലോ. ഇതൊക്കെ അല്ലേ. പിന്നെ ഈ ഡ്രസ്സ് അകലേ കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഡ്രസ്സ് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ക്യാമറ താത്തി കാണിച്ചു തരാം കേട്ടോ. ദേ ഇത്രയേ ഉള്ളൂ. മുട്ടിന് ജസ്റ്റ് താഴെയാണ്, സൈഡ് സ്ലിറ്റ് ഉണ്ട്. നമുക്ക് ടൈറ്റ്സ് വേണമെങ്കിൽ ടൈറ്റ്സ് ഉപയോഗിക്കാം. ഇത് ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. എത്ര, അതായത് മെറ്റീരിയൽ നിങ്ങൾ നോക്കിയേ, അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. ഓക്കെ, ദേ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. ഇതിന്റെ കുറേ റെഡ് ഉണ്ട്, ചെക്ക് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അതായത് അത്യാവശ്യം മോഡേൺ ആയ എന്നെ പോലത്തെ തള്ളമാരുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അല്ല ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. ഭയങ്കര സുഖം എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ സുഖമാണ്. ഈ സൈഡ് സ്ലിറ്റ് എനിക്ക് ടൈറ്റ്സ് ഇടണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ഇപ്പൊ എറണാകുളത്ത് ആയതുകൊണ്ട് തന്നെ അതൊക്കെ നോർമലാണ്. അപ്പൊ ടൈറ്റ്സ് ഇട്ട് ഇടണവർക്ക് ഇടാം, അല്ല ലെഗിൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇടാം. ഇതിന്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. മസ്റ്റ് ആണ് എന്നെ പോലെ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നവരുണ്ടെങ്കിൽ മസ്റ്റ് 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 ബൈയാണ്. കിഴി ഐറ്റം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഇത്രയും സാധനങ്ങള് ഞാൻ ലിങ്ക് ഇട്ടേക്കാം. എന്റെ ക്യാപ്ഷന്റെ അരിയത്ത് കാണും 10 പ്രൊഡക്റ്റ് 15 പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫ്ലിപ്കാർട്ടിലോട്ടോ മിന്ത്രയിലോട്ടോ എവിടെയെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഗൂഗിളിൽ പോയി വെബ്സൈറ്റിൽ ഉണ്ടാവും, അതിൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കാം. കുറെ പേരിനോട് ലിങ്ക് ചോദിക്കുമ്പോൾ കുറേ ലിങ്ക് നമ്മൾ അയക്കുമ്പോൾ സ്പാം ആയി പോകും. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ആവത്തില്ല. അതാണ് അവസ്ഥ. അപ്പൊ ഇത് കണ്ടോ, നോർമൽ കണ്ടോ, തിളങ്ങി തിളങ്ങി വന്നുണ്ടോ? നോക്കി, ലൈറ്റ് ഉണ്ട് കണ്ടോ. ഈ ഒരു തിളക്കം ഇങ്ങനെ കയറി കയറി വരും, നല്ല ഭംഗിയായിട്ടിരിക്കും. കണ്ടോ, ഞാൻ ആ വിഷ് കെയറിന്റെ സിറം ഉപയോഗിക്കുന്ന കാര്യം നിങ്ങളോട് ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെയർ ഗ്രോത്തിന് നിങ്ങൾ കണ്ടതല്ലേ, എന്റെ മുടി ഞാൻ അത്രയും വെട്ടിക്കളഞ്ഞു. എന്നിട്ട് നോക്കിയേ, ഇപ്പൊ നോക്കിയേ, ലെങ്ത് വെച്ച് വരുന്നുണ്ട് കണ്ടോ, ലെങ്ത്തും വരുന്നുണ്ട്, നല്ല ഹെൽത്തി ആയിട്ട് കണ്ടോ, ഹെൽത്തി ആയിട്ട് മുടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ വിഷ് കെയറിന്റെ സിറം 30 ml തന്നെ നല്ല വിലയുണ്ട്. പക്ഷെ മുടിയാണോ വേണോ ഉപയോഗിക്കാം. എൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് പെർഫ്യൂം. ഇവിടെയൊക്കെ ഉപയോഗിക്കാൻ പാടില്ലെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോ. കാരണം ഇവിടെയൊക്കെ എന്തോ മർമ്മമുണ്ടെന്ന്, ചത്തു പോകുന്നു. പണ്ടാറ ലിപ്സ്റ്റിക് ഉപയോഗിച്ച് പെർഫ്യൂം വെച്ച് ചത്തു പോകേണ്ട അവസ്ഥയാണ്. അപ്പൊ ഇത്തിരി ബ്ലാ 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 കഥ പറച്ചിൽ ഇതിലുണ്ടായിരുന്നു. ക്ഷമിക്കുക സദയം. ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.